ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂൺ മാസ ഫലമാണ്. ജൂൺ മാസത്തിൽ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും നഷ്ടങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും കടങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും ഒക്കെ വന്ന് ദുരിതത്തിൽ പെട്ടുകിടന്ന ഒരു വലിയ ജനാവലി തന്നെയുണ്ട്. ധാരാളം ആൾക്കാർ വിളിക്കാറുണ്ട്. അങ്ങനെ ഉള്ള ആ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ജനതയ്ക്ക് ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം നേടി നല്ല ഒരു ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുവാൻ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹവും മറ്റ് ഗ്രഹങ്ങളുടെ അനുഗ്രഹവും ഒക്കെ വന്നു ചേർന്നിരിക്കുന്നു. അത് ഏതേത് ഗ്രഹങ്ങളാണ്, ഏതേത് കാര്യങ്ങളിലാണ് ഇപ്പോൾ അനുഗ്രഹിച്ച് നിൽക്കുന്നത്, ഈ ജൂൺ മാസത്തിൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, വിജയങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രത്യേകം നോക്കാം. ഒന്നാമതായിട്ട് ആരോഗ്യപരമായ കാര്യങ്ങളാണല്ലോ. പല രീതിയിലുള്ള രോഗാവസ്ഥകൾ വന്നുപെട്ട്, അതായത് ത്വക്ക് സംബന്ധമായിട്ട്, ഞരമ്പ് സംബന്ധമായിട്ടോ, അതുപോലെ ഈ തലവേദന പോലെയുള്ള അസുഖങ്ങൾ, കണ്ഠ സംബന്ധമായിട്ട്, ശ്വാസ സംബന്ധമായിട്ട്, ഉദര സംബന്ധമായിട്ട് ഒക്കെയുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ട് ചികിത്സിച്ചിട്ട് പോലും ഭേദമാകാത്ത ഒരു വലിയ ജനാവലി തന്നെ ഈ നക്ഷത്രക്കാരുണ്ട്. അവർക്ക് അതിൽ നിന്നെല്ലാം ചികിത്സകളൊക്കെ ഫലിക്കുന്നതിനും, ഒരു പരിധിവരെ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് ചികിത്സകളില്ലാതെ തന്നെ ഫലിക്കുന്നതിനും, നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ഉത്തമമായ സമയമാണ്. അതുപോലെ തന്നെയാണ് മാനാപമാനങ്ങൾ. പലതരത്തിലും മനസ്സറിയാത്ത കാര്യത്തിന് പോലും കുറ്റം ഏൽക്കേണ്ടി വരിക, അടിച്ചേൽപ്പിക്കുക. അത് സഹപ്രവർത്തകരാകാം, കുടുംബത്തിൽ നിന്ന് തന്നെ ആകാം, സമൂഹത്തിൽ നിന്നാകാം, അതുപോലെ തന്നെ അയൽക്കത്തു നിന്നാകാം. അങ്ങനെയൊക്കെ മനോവിഷമത്തോടു കൂടി കഴിയുന്നവർക്ക് ആ മനോവിഷമങ്ങളൊക്കെ മാറുന്നതിന് പുതിയ ഒരു സുഹൃത്തുക്കളെ കിട്ടുകയും സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനും ഒക്കെ സാധിക്കും. പ്രധാനമായിട്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് തൊഴിൽപരമായ അഭിവൃദ്ധികൾ എല്ലാ തരത്തിലും വന്നു ചേരും. മകരം രാശിയുടെ തൊഴിൽ ഭാവമായ ആ തുലാം രാശിയിലേക്ക് പ്രവൃത്തികാരകനും സർവ്വസൈന്യാധിപനും അധികാരത്തിൻ്റെയും പവറിൻ്റെയും സാഹസികതയുടെയും ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹമായ ചൊവ്വ പൂർണ്ണമായി ദൃഷ്ടി ചെയ്യുന്നത് ജൂൺ മാസത്തിൽ വളരെയധികം നേട്ടങ്ങൾ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുക. വിദ്യാകാരകനായിരിക്കുന്ന ആ ബുധൻ ബലവാനാകുകയും, അതുപോലെ തന്നെ വിദ്യാഭാവം, അവിടെ ആദിത്യൻ്റെ സ്ഥിതിയും ഒക്കെ ശുക്രൻ്റെ സ്ഥിതിയും ഒക്കെ മെച്ചപ്പെട്ട് വരികയാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹവുമുണ്ട്. മറ്റ് ശനിദോഷങ്ങളൊന്നും ബാധകമല്ല, രാഹുർ ദോഷങ്ങളും ബാധകമല്ല. അതുകൊണ്ട് വിദ്യാവിജയങ്ങളൊക്കെ വന്നു ചേരുക. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകാൻ സാധിക്കുക. ഏതെങ്കിലും തരത്തിൽ അധിക സമയം പഠനത്തിനൊക്കെ ആയിട്ട് മാറ്റിവെച്ചാൽ അതിൻ്റെ പ്രയോജനം വന്നു ചേരും. സ്വന്തമായ ഒരു വ്യാപാരമോ വിപണനമോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്നവർ, ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കായാലും അഭിവൃദ്ധികൾ വന്നു ചെയ്യും. ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും വളരെ നല്ലതാണ്. അധ്യാപകർക്കും, അഡ്വക്കേറ്റുമാർ, അധ്യാപകർ, മറ്റ് സർക്കാർ ജീവനക്കാർ, പോലീസ് ഓഫീസേഴ്സ്, സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സൈന്യാധിപനായിരിക്കുന്ന ചൊവ്വ തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുമ്പോൾ തൊഴിൽ സ്ഥാനാധിപൻ പൂർണ്ണ ബലവാനായിട്ട് വ്യാഴത്തിനോട് യോഗം ചെയ്തൊക്കെ വരികയാണ്. അപ്പോൾ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകുവാൻ യോഗമുള്ള ഒരു മാസമാണ് ജൂൺ മാസം. സഹോദര സ്ഥാനീയരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായങ്ങളൊക്കെ ലഭിക്കും. പെട്ടെന്നുള്ള ദേഷ്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് അലസത ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കുക. വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ ബലവാനായിട്ട് വരുമ്പോൾ വാഹന സംബന്ധമായിട്ടൊക്കെ വളരെ നല്ലതാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഒരു വാഹനം മേടിക്കാനൊക്കെ
നല്ല ഒരു മാസമാണ് ഈ ജൂൺ മാസം. ഈ മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വാഹനം വന്നു ചേരും, അതിനുള്ള പണം എവിടുന്നേലും വന്നു ചേരും, സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ വാഹനമായാലും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ നല്ലതാണെങ്കിലും ഒക്കെ സംഘടിപ്പിച്ചെടുക്കുവാൻ സാധിക്കും. ഗൃഹം പുതുക്കി പണിയുവാനൊക്കെ അവസരങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. സപ്തമഭാവത്തിൽ അവിടെ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ദാമ്പത്യകാരകനായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് വരുന്നു. അത് വളരെ നല്ലതാണ്. കുടുംബത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ അവസരമാണ്. അതുപോലെ തന്നെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ, ഒരുമിച്ച് പോകുവാൻ ഒക്കെ സാധിക്കും. അകന്നു കഴിയുന്ന ജോലി സംബന്ധമായിട്ടോ അല്ലാതെയോ ഒക്കെ അകന്നു കഴിയുന്ന ഈ ദമ്പതികളായിട്ടുള്ളവർക്ക് ഒരുമിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. കുട്ടികൾക്കായാലും ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്ന കുട്ടികൾക്കും വിദ്യാവിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെയാണ് പ്രായമായ മാതാപിതാക്കൾ. അവർക്ക് അവരുടെ മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായിട്ട് കുടുംബത്ത് സമാധാനം വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ് ഈ ജൂൺ മാസം. അതായത് ജൂൺ മാസത്തിൽ കുടുംബത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ സന്താനത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അഭിവൃദ്ധികൾ ഉണ്ടാവും. പ്രായമായ മാതാപിതാക്കൾക്ക് മക്കൾക്ക് ജോലിയില്ല എന്ന് വിഷമിക്കുന്നവർക്ക് ജോലി കിട്ടി അതിൽ നിന്ന് ഒരു നേട്ടം കുടുംബത്തേക്ക് വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് മക്കളുടെ വിവാഹം, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിവാഹം ആലോചിക്കുമ്പോൾ അത് പല തരത്തിലുള്ള തടസ്സങ്ങൾ വരാം. തടസ്സങ്ങളൊക്കെ മാറി ഈ നക്ഷത്രക്കാരുടെ മക്കൾക്ക് വിവാഹം നടക്കുന്നതിനും ജോലി കിട്ടുന്നതിനും മറ്റ് വിദേശത്തൊക്കെ പോകുവാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. ഈ നക്ഷത്രക്കാർക്കും വിദേശത്ത് പോകുവാൻ ഒക്കെ ഈ മാസം സാധിക്കുന്ന ഒരു സമയമാണ്. വിദേശം എന്ന് പറയുമ്പോൾ സാഗരങ്ങൾ കടന്ന് തന്നെ പോകണമെന്നില്ല. സ്വന്തം നാട് വിട്ട് ഒരു പഠനത്തിനായിട്ട് പോകുന്നതിനും തൊഴിൽ കാര്യങ്ങൾക്ക് പോകുന്നതിനുമൊക്കെ അനുകൂലമായിരിക്കുന്നു. കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലമാണ്. അതുപോലെ തന്നെയാണ് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർ, മറ്റ് ഗവൺമെൻറ് ജോലിക്കാർ കൂടാതെ തന്നെ മറ്റ് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, അല്ലാത്ത പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, IT മേഖലകളിൽ ജോലി ചെയ്യുന്ന, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന, ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവരായാലും വലിയ വലിയ കമ്പനികളിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ മെഡിക്കലുമായി ബന്ധപ്പെട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ലതാണ്. സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുക. സോഷ്യൽ വർക്കർ, അതായത് സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോ മറ്റ് സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു അംഗീകാരമോ സ്ഥാനമാനങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ ഈ മകരം രാശിക്കാർക്ക് ജൂൺ മാസത്തിൽ യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ഒക്കെ കഴിക്കുക. അതായത് രാശിയുടെ അധിപൻ ശനിയാണല്ലോ. കൂടാതെ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടുവാൻ വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നവഗ്രഹ പൂജകളിൽ പങ്കെടുക്കുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ വളരെ ശ്രേയസ്കരമാണ്. ഏറ്റവും പ്രധാനം, പല കാര്യങ്ങളിലും കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവർ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അതായത് അധിക ദോഷങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ജാതകം ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ വെച്ചുകൊണ്ട് ജാതകം പരിശോധിച്ചാൽ അധിക ദോഷമുള്ള സമയമാണോ അല്ലെങ്കിൽ നല്ല സമയമാണോ വരുന്നത്, ജാഡദശയോ ശുക്രദശയോ ഒക്കെയാണോ വരുന്നത്, രാജയോഗമുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലമാണോ വരുന്നത്, പുതിയ സംരംഭം ആരംഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നു, വിവാഹത്തിന് ശ്രമിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ജാതകമൊക്കെ പരിശോധിച്ച് യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് ഈശ്വരാനുഗ്രഹം പ്രാപിക്കുവാനായിട്ടൊക്കെ സാധിക്കും. അതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ എല്ലാവർക്കും അവസരമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത്
കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അതുകൂടി ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.